ഒരു മഹാമേളയ്ക്ക് ഇവിടെ സമാപനമാകുകയാണ്. 12 ദിവസം വായനയുടെയും സംസ്കാരത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ വേദിയായി മാറിയ ഷാർജ എക്സ്പോ സെന്ററിലെ കാഴ്ചയാണ് ഇത്. അവസാനമായി ആളുകൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. കഴിഞ്ഞ 12 ദിവസവും ഏറ്റവും സജീവമായി മലയാളികൾ അടക്കമുള്ള വായനാപ്രിയർ, പുസ്തകത്തെയും സാഹിത്യത്തെയും സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ നിറഞ്ഞു നിന്ന ഒരിടമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഏതാണ്ട് ഒഴിഞ്ഞു തുടങ്ങുകയാണ് ഈ സ്ഥലം. 118 രാജ്യങ്ങളാണ് ഇത്തവണ മേളയിൽ പങ്കെടുത്തത്. ഏതാണ്ട് 2350 പ്രസാധകരുമുണ്ടായിരുന്നു. മാത്രമല്ല, ഏറ്റവും വലിയ സവിശേഷത അറബ് ലോകത്തു നിന്നും ഏറ്റവും അധികം പ്രസാധകരെത്തി. മാത്രമല്ല, അതിനുമപ്പുറം ഏറ്റവും അധികം വായനക്കാരും സന്ദർശകരും ഇത്തവണ കാണാൻ കഴിഞ്ഞത് അറബ് രാജ്യങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു. സാധാരണഗതിയിൽ നമുക്ക് മലയാളികളടക്കം ഇന്ത്യക്കാരുൾപ്പെടുന്ന ഹോൾ നമ്പർ 7 വലിയ തിരക്ക് കാണാറുണ്ടായിരുന്നത്. ഇത്തവണ അതിനേക്കാൾ വലിയ തിരക്ക് സ്വദേശികളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. മറ്റൊന്ന്, മലയാളത്തിൽ നിന്നുള്ള നിരവധി എഴുത്തുകാർ KR മീരയും സച്ചിദാനന്ദനും അടക്കമുള്ളവർ എത്തി. അവസാന ദിവസം എത്തിയത് വയലാർ അവാർഡ് ജേതാവ് സന്തോഷ് കുമാറായിരുന്നു. അങ്ങനെ പല മേഖലകളിൽ നിന്നും, നോവലിൻ്റെയും കവിതയുടെയും ചെറുകഥയുടെയും ഒക്കെ മേഖലകളിൽ നിന്നുമുള്ള മലയാളി എഴുത്തുകാരും ഇവിടെ എത്തി. എല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോകുകയാണ്. 44ാമത് എഡിഷനാണ് ഇനി ഇവിടെ സമാപനമാകുന്നത്. അടുത്തത് 45ാമത് എഡിഷൻ. കോവിഡ് കാലത്ത് പോലും മുടങ്ങാതെയുള്ള മേളയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ 4ാമത്തെ ഏറ്റവും വലിയ മേളയ്ക്ക് ഇവിടെ ഇപ്പോൾ സമാപനമാകുകയാണ്. മാത്രമല്ല, ഷാർജയിലെ വായനശാലകൾക്ക് പുസ്തകങ്ങൾ വാങ്ങാൻ 45 ലക്ഷം ദിർഹമാണ് ഷാർജ ഭരണാധികാരി പ്രഖ്യാപിച്ചത്. അത്രത്തോളം പുസ്തകങ്ങളെയും എഴുത്തുകാരെയും വായനക്കാരെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു മേള ഇവിടെ സമാപിക്കുകയാണ്. മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് വള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.